ഒരു കാര്യം ഇന്നലെ അധികം വ്യക്തമാക്കി, എല്ലാ ഊഹാപോഹങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ട് പാർട്ടിയിൽ ഉറച്ചു നിൽക്കും, അവശേഷിച്ച വർഷം തിരുവനന്തപുരത്തിന്റെ MP എന്നുള്ള നിലയിൽ പ്രവർത്തിക്കും എന്ന് അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുകൊണ്ട് അദ്ദേഹം പാർട്ടിയോടൊപ്പം ഉണ്ടാവും, പാർട്ടിയുടെ കരുത്തായി അദ്ദേഹം പ്രവർത്തിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. തീർച്ചയായും ഇത് സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കും. ഞങ്ങൾ ആദ്യം മുതൽക്കന്നെ പറയുന്ന കാര്യമാണ്. കാരണം ഇതുവരെയുള്ള ബൈ ഇലക്ഷനിലൊക്കെ എല്ലാവരും സിറ്റിംഗ് സീറ്റുകളാണ് നിലനിർത്തിയത്. പക്ഷെ ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റുകൾ പൊതു തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിനേക്കാൾ 2 ഇരട്ടി 3 ഇരട്ടി ഭൂരിപക്ഷത്തിലൊക്കെയാണ് ഞങ്ങൾ നിലനിർത്തിയതെങ്കിൽ നിലമ്പൂര് ഞങ്ങൾ പിടിച്ചെടുക്കുക. അതുകൊണ്ട് അല്ല, അതുവരെ പോകാൻ സാധ്യതയുണ്ട്. ഞാൻ പറയുന്നത് നിലമ്പൂരിന്റെ ഇതുവരെയുള്ള ചിത്രം പരിശോധിച്ചാൽ 34 വർഷം MLA ആയിരുന്ന ആര്യാടൻ മുഹമ്മദ് തന്നെ 3 തവണയാണ് 10,000-ൽ കൂടുതൽ ജയിച്ചത്. 87, 2001, 2006. ബാക്കിയെല്ലാം അധികം എബവ് 10,000 ആയി. ഞാൻ ആ ഒരു പിക്ചർ വെച്ചിട്ടാണ് പറയുന്നത്. പക്ഷേ ഈ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അനുകൂല ഘടകങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ രമേശ് പറഞ്ഞ് ഭൂരിപക്ഷത്തിലേക്ക് എത്താം. ഞാൻ ഏറ്റവും കുറച്ച് കണക്ക് പറയുന്ന ഒരാളാണ്. അല്ല, അതിൽ ഒരു ഗ്യാപ്പ് വന്നു, മറ്റൊന്നുമല്ല. അദ്ദേഹം ഡെലിഗേഷന്റെ ഭാഗമായിട്ട് വിദേശത്താണെന്ന് പത്രങ്ങളിലൊക്കെ വാർത്തയുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ആകെ 2 ദിവസമാണ് ഡൽഹിയിലേക്ക് വന്നത്. ആ സമയത്ത് പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഒരു ഡിസ്കഷനൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം അവൈലബിൾ ആണോ എന്ന് അറിയാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിനെ ബന്ധപ്പെടാതിരുന്നത്. നേരെ മറിച്ച് അദ്ദേഹം അവൈലബിൾ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ക്ഷണിക്കുമായിരുന്നു. ഇതെല്ലാമായിട്ട് പോലും താരപ്രചാരകരുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നു. ഏതായാലും ഒരു കാര്യം ഇന്നലെ അധികം വ്യക്തമാക്കി, എല്ലാ ഊഹാപോഹങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ട് പാർട്ടിയിൽ ഉറച്ചു നിൽക്കും, അവശേഷിച്ച വർഷം തിരുവനന്തപുരത്തിന്റെ MP എന്നുള്ള നിലയിൽ പ്രവർത്തിക്കും എന്ന് അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുകൊണ്ട് അദ്ദേഹം പാർട്ടിയോടൊപ്പം ഉണ്ടാവും, പാർട്ടിയുടെ കരുത്തായി അദ്ദേഹം പ്രവർത്തിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ.